Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് സ്വിങ്ങിന് പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് പരിചയപ്പെടാം. നമ്മളിന്ന് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പ് അനലൈസ് ചെയ്യുന്നില്ല. കുറച്ച് ടൈം ലേറ്റായി, പിന്നെ നമ്മൾ ഇന്നലെ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ചാർട്ടൊക്കെ നോക്കുമ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ്. ചെറിയ കൺസോളിഡേഷൻ വിത്ത് ചെറിയൊരു പോസിറ്റീവായിട്ട് സ്മോൾ ക്യാപ്പ് ക്ലോസ് ചെയ്തു. ചെറിയൊരു നെഗറ്റീവിൽ നിഫ്റ്റിയും ക്ലോസ് ചെയ്തു. 24,000 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതൽ വരിച്ച് നീട്ടുന്നില്ല, പെട്ടെന്ന് നമുക്ക് ഒരു സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ക്വാളിറ്റി വാൾസ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ്. KWIL എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഒരു 33 രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ലൈനൊക്കെ കാര്യങ്ങളൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു IPO സ്റ്റോക്കാണ്. താഴത്തോട്ട് ലിസ്റ്റ് ചെയ്ത് അന്ന് മുതൽ താഴത്തോട്ട് വന്നു, സ്റ്റോക്ക് മേലോട്ട് കയറി. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതേ റേഞ്ചിലോട്ട് വന്നു, വീണ്ടും താഴത്തോട്ട് വന്നു, വീണ്ടും നല്ലൊരു ബ്രേക്കൗട്ട് വന്ന് സ്റ്റോക്ക് മേലോട്ട് പോയി. അപ്പോൾ സ്ട്രക്ചർ നോക്കുമ്പോൾ ഈ ഒരു റേഞ്ച് ആണല്ലോ, ഒരു ബ്രേക്കൗട്ട് റേഞ്ചാണ്. ഈ റേഞ്ച് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ. അപ്പോൾ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി നമുക്ക് നോക്കാവുന്നതാണ്. കാരണം അവിടെ നല്ലൊരു ചെറിയൊരു ഡബിൾ ബോട്ടം പോലെ വന്നിട്ടുണ്ട്, കണ്ടില്ല? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു സെല്ലിങ് വന്ന് ഇവിടുന്ന് ടച്ച് ചെയ്തു മേലോട്ട് പോയി, വീണ്ടും അതേ റേഞ്ചിലോട്ട് വന്നു, വീണ്ടും കയറി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. ചെറിയ റിസ്ക് എടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി നമുക്ക് ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രിയും ടാർഗറ്റ് സ്റ്റോപ്പ് ലോസൊക്കെ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലായിരിക്കും അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. ചെറിയൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ നമ്മൾ നോക്കിയിട്ടില്ല. ടെക്നിക്കലി നോക്കുമ്പോൾ നല്ലൊരു ബ്രേക്കൗട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു റീടെസ്റ്റ് എൻട്രിയും കൂടിയാണ്. അപ്പോൾ നമുക്ക് റിസ്ക് റിവാർഡ് കുറച്ച് നല്ലതായിട്ട് കിട്ടും. നമുക്ക് ഈ റീടെസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന എൻട്രിയേക്കാളും കുറച്ചുകൂടി നല്ല ഒരു റിസ്ക് റിവാർഡ് ഫോളോ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഈ റേഞ്ച് ബ്രേക്കൗട്ട് എൻട്രിയാണ്. നമുക്ക് കറക്റ്റായിട്ട് ബ്രേക്കൗട്ട് ക്യാനിൽ ചില സമയത്ത് ബ്രേക്കൗട്ട് ക്യാനിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ അതിന് മേലോട്ട് പോകുമ്പോൾ നമ്മൾ എൻട്രി എടുക്കില്ല. അതെല്ലാം എന്ന് പറഞ്ഞ് ബ്രേക്കൗട്ട് നടക്കുമ്പോൾ തന്നെ നമ്മൾ എൻട്രി എടുക്കും. അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഈ ഒരു 10-17% റിട്ടേൺ നമുക്ക് കിട്ടും. അപ്പോൾ അതല്ല, ചില ആൾക്കാർക്ക് വെയിറ്റ് ചെയ്യുന്ന സമയത്തുകൾക്കൊക്കെ ഇങ്ങനെ എൻട്രി എടുക്കാം. അതല്ലാത്ത ആളുകൾക്കൊക്കെ ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല റിസ്ക് റിവാർഡ് കിട്ടും. കാരണം നമുക്കിത് ബ്രേക്കൗട്ട് നടക്കുമ്പോൾ നമുക്കറിയില്ല ഇത് ബ്രേക്കൗട്ട് സസ്റ്റെയിൻ ചെയ്തു ഫേക്ക് ബ്രേക്കൗട്ട് ആണോ എന്നുള്ളത്. ഇതിൽ ഏകദേശം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടോ, ഈ ഒരു ബ്രേക്കൗട്ട് നടന്ന് ചെറിയൊരു സെൽ ഓഫ് വന്നു, ചെറിയൊരു റീടെസ്റ്റ് പോലെ വന്നു. അതിനുശേഷം വീണ്ടും നല്ലൊരു ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ബൈയിങ് കണ്ടിന്യൂ ആയില്ല. വീണ്ടും ചെറിയൊരു സെല്ലേഴ്സ് വന്ന് താഴത്തോട്ട് പുഷ് ചെയ്തിട്ട് വീണ്ടും ഇവിടുന്ന് കയറാനുള്ള ഒരു തയ്യാറെടുപ്പാണ് സ്റ്റോക്കിൻ്റെ ചാർട്ട് കണ്ടിട്ട്. അപ്പോൾ ചെറിയൊരു സ്റ്റോക്കാണ്, 33 രൂപ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റൽ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സ്ക്രീനർ അതുപോലെ ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് അതുപോലെ ROE ROC ബാക്കിയുള്ള റിസൾട്ടുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റോക്ക് മാത്രമേ നമ്മളിന്ന് പറയുന്നുള്ളൂ. കാരണം ബാക്കിയുള്ളതൊന്നും അനലൈസ് ചെയ്യുന്നില്ല. കാരണം നമ്മളിന്ന് വീഡിയോ ചെയ്യണം എന്നുള്ളൊരു കാരണം കൊണ്ട് കുറച്ച് ലേറ്റ് ആയാലും നമ്മളത് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർ ജോയിൻ ചെയ്യാം. വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്റ്റോക്കുകളെ കുറിച്ച് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിലൊക്കെ, അതുപോലെ സ്വിംഗ് സ്റ്റോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചോദിക്കാവുന്നതാണ്. ഗ്രൂപ്പിൽ കുറച്ച് ആക്റ്റീവ് ആവാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ചാനലൊക്കെ ഒന്ന് പിക്കപ്പായി വരും. ഓക്കെ, നമുക്ക് നാളെ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.